ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണേഷ്ടാം ശങ്കരാചാര്യകുഷ്ടാം ദദതി കരുണയായേ പ്രൗഢഗംഭീരവാചാം രമണചരണതീർത്ഥാൻ ദേശികാൻ താൻ നമാമഃ. ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. ഹൃദി വിഷമനസാ സ്വം ചിന്വതാമജ്ജദാ വാ പവനചലനരോധാദാത്മനിഷ്ഠോ ഭവത്വം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതം വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ന വർണ്ണാ ന വർണ്ണാശ്രമാചാരധർമാഃ ന മേ ധാരണാധ്യാനയോഗാദയോപി അനാത്മാശ്രയാഹം മമാദ്യാസഹാനാത് തതേകോ വശിഷ്ഠ ശിവക്കേവലോഹം. അനാത്മാശ്രയാഹം മമാദ്യാസഹാനാത്. അധ്യാത്മമായിട്ട് ഒരു ജീവൻ വന്നാൽ ആ ജീവന്റെ ഏക പ്രവൃത്തി അനാത്മവസ്തുക്കളെ വിടലാണ്. എന്ന് വെച്ചാൽ ആത്മാവിനെ ആശ്രയിക്കൽ ആണ് അധ്യാത്മം. ഇവിടെ ഈ ശ്ലോകത്തില് ആത്മാ എന്ന വാക്കിന് സത്യം എന്നർത്ഥം. പൊതുവിലെ നമ്മൾ സംസ്കൃതത്തില് മനസ്സിന് ആത്മാന്ന് പേരുണ്ട്, ശരീരത്തിന് ആത്മാന്ന് പേരുണ്ട്, ആത്മാവിന് ആത്മാന്ന് പേരുണ്ട്. വൈദികമായിട്ടുള്ള ഭാഷകളും ഒക്കെയും നമുക്ക് അർത്ഥം വഴിതെറ്റിപ്പോവാൻ വലിയ സാധ്യതയുണ്ട്. ഇവിടെ ആത്മാവിന് സത്യം എന്നർത്ഥം. എന്താ സത്യം? എങ്ങനെ ഇതിന് ആത്മാക്ക് സത്യം എന്ന് പേര് വരും എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് തന്നെ പ്രമാണം. സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ. ആത്മാവിന്റെ സ്വരൂപം സത്യമാണ്. ഇവിടെ നമുക്ക് മനസ്സിനെ ആത്മാന്ന് ശബ്ദം എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? മനസ്സ് ഉണ്മയല്ല, സത്യമല്ല. ശരീരത്തിന് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ശരീരം സത്യമല്ല. ആചാര്യസ്വാമികൾ ഇവിടെ സത്യമായിട്ടുള്ള ഒരു പൊരുളിനെ ആശ്രയിക്കണം എന്നാണ് ഉപദേശിക്കുന്നത്. അനാത്മമായിട്ടുള്ള ശരീരത്തിനെയോ മനസ്സിനെയോ ആശ്രയിക്കാൻ പറ്റില്ല. വിവേക ചൂടാമണിയിൽ വളരെ കൃത്യമായിട്ട് പറയണു, സത്യം സ ആത്മാ സ്വയം. ആത്മാവിന്റെ സ്വരൂപം സത്യമാണ്, ആത്മാവിന്റെ വേറൊരു പേര്. അപ്പൊ സത്യത്തിനെ ആശ്രയിക്കല് ആണ് നമ്മൾ വേണ്ടത്. പക്ഷെ നമ്മളോ സത്യം അല്ലാത്തതിനെ ആശ്രയിച്ച് പഴകിയിരിക്കുന്നു. എന്തൊക്കെയാ അതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ശരീരം സത്യമല്ല, പക്ഷേ വി ഓൾ ഡിപ്പെൻഡ് ഓൺ ബോഡി. ബോഡിക്ക് നല്ലത് വരുത്തണം, ബോഡി നല്ല മെയിൻറ്റെയിൻ ചെയ്യണം, ഇതിന് നല്ലതുപോലെ നോക്കണം. ഇങ്ങനെ ഒരുപാട് തോട്ട്സ് വയ്ക്കണു. എന്തിനാ? ബോഡി ഈസ് ജസ്റ്റ് എ തോട്ട്. ബോഡി എന്ന് പറയുന്നത് വെറും ഒരു ചിത്തവൃത്തിയാണ്. അതിൻ്റെ പിന്നാലെയാണ് പല പല ചിത്തവൃത്തികളും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് അനാത്മാശ്രയം എന്ന് പറയണത്. അപ്പോൾ ആദ്യം ഒരു ജീവന് വ്യക്തമായിട്ട് സത്യം എന്നൊന്ന് ഉണ്ടോ? സത്യം നിശ്ചയമായിട്ടും രണ്ടുണ്ടാവില്ല. ഉണ്ടോ?
രണ്ടെണ്ണം വന്നാൽ അതിനെ താരതമ്യേന ഒരു സത്യമേ ഉണ്ടാവുകയുള്ളൂ, മറ്റത് കള്ളമായി പോകും. ഇപ്പൊ വ്യാവഹാരിക സത്യം നമ്മൾ ജാഗ്രതയിൽ കാണണോ, അച്ഛൻ അമ്മ കുട്ടി എല്ലാം. പാരമാർത്ഥിക സത്യത്തിലോട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വ്യാവഹാരികമായിട്ടുള്ള സത്യം കള്ളമാണ്, പാരമാർത്ഥികത്തിൽ ഉപരി ഒരു സത്യമില്ല. കാരണം അവിടെ ഏകം ഏവ അദ്വിതീയം, വാട്ട് എക്സിസ്റ്റ് ദാറ്റ് ഓൺലി റിമൈൻസ്. എല്ലാത്തിനും തള്ളിക്കളഞ്ഞാൽ, നമ്മൾ നിഷേധിച്ചാൽ, അതാണ് നിവർത്തി മാർഗം എന്ന് പറയുന്നത്. രണ്ട് മാർഗങ്ങളുണ്ട്, രണ്ട് ധർമ്മങ്ങളുണ്ട്. ഒന്ന് പ്രവൃത്തി ധർമ്മം, ഒന്ന് നിവർത്തി ധർമ്മം. ഇവിടെ ഞാൻ ധർമ്മം ഒന്നും അല്ല എന്ന് പറയണു. അപ്പൊ എൻ്റെ ധർമ്മം എന്താ? ഒന്ന് പ്രവൃത്തി ധർമ്മം. എങ്ങനെ പ്രവർത്തിക്കും? അധ്യാരോപത്തോടു കൂടി പ്രവർത്തിക്കും. ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണ്. ഈ ശരീരം കർമ്മണി ഏവ അധികാരഃ, കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ. ഈ ഫലമാണ് അനാത്മ, അല്ല കർമ്മം അനാത്മയല്ല. കർമ്മം എപ്പോ അനാത്മയാവും? ഫലത്തോടുകൂടി, ഫലം ഇച്ഛിച്ചുകൊണ്ട് കർമ്മം ചെയ്താൽ ദാറ്റ് കർമ്മ വിൽ ബി എ റിസൾട്ട് ടു അനാത്മാശ്രയം. വാസ്തവത്തില് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ആനയൊക്കെ പോലെയാണ്. ആനയുടെ ബലം ആനയ്ക്ക് അറിയില്ല. എന്തിനെ പേടിക്കും? ഒരു ചെറിയ തോട്ടിയെ പേടിക്കും. ഇത്ര കൂടെ ഉള്ള ഒരു പാപ്പാനെ പേടിക്കും. അതുകൊണ്ട് തന്നെ മതം പൊട്ടിയ ആനയെ പോലെയാണ് പലരും ഈ ജ്ഞാനത്തിനെയും അനുഭൂതിയൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ, മതം പൊട്ടിയ ആന എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഫസ്റ്റ് അവന്റെ പാപ്പാനെ തൂക്കി തറയിലടിക്കും. പാപ്പാനാരാ? അവനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാ? അനാത്മമായിട്ടുള്ളതും ബലഹീനമായിട്ടുള്ളതുമായ മനസ്സ്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. അല്ലെ, അർജുനന്റെ അടുത്ത് വരെ കൃഷ്ണൻ ഉപദേശിച്ചത് ഇതാണ്. അർജുന, ഇപ്പൊ നീ വിഷമിക്കണത് ഈ മനസ്സുകൊണ്ടാണ്. ഈ മനസ്സുണ്ടല്ലോ, അത് ബലമില്ലാത്ത വസ്തുവാണ്, പലയിടത്തും പോയി നിൽക്കും. അതുകൊണ്ട് ആ മനസ്സിനെ ആശ്രയിക്കണമെന്നുണ്ടല്ലോ, അത് ഹൃദയ ദൗർബല്യമാണ് അത്രയും. കാരണം നിനക്ക് നിന്റെ ശക്തി അറിയാതെ നീ എന്തിനെയൊക്കെ ആശ്രയിക്കണം. അനാത്മമായിട്ടുള്ള വസ്തു എന്ന് പറഞ്ഞാൽ സത്യമല്ലാത്ത, നിലനിൽപ്പില്ലാത്തതിനെ ആശ്രയിക്കണു. നിലനിൽപ്പ് തൻ്റെ സ്വരൂപമാണ്. സത്യം സ ആത്മാ സ്വയം. സത്യം ആത്മാവാണ്. എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ, ശരീരം എല്ലാ കാലത്തിലും ഇല്ല. ഇത് പല പ്രാവശ്യം പറഞ്ഞതാണ്. പക്ഷെ വേദാന്ത വിചാരത്തില് ഗുരുക്കന്മാർക്കോ ആചാര്യന്മാർക്കോ ഉപനിഷത്തിനോ ലജ്ജയില്ല എന്നാണ് പറയണത്. എന്താന്ന് വെച്ചാൽ, ഇത് ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. ആവർത്തി രസകൃതരുപദേശ. എന്താന്ന് വെച്ചാൽ, ഒരു അടുപ്പില് നമുക്ക് തീ കത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലൊക്കെ പണ്ട്, ഇപ്പോൾ എല്ലാം ഗ്യാസ് ആയതുകൊണ്ട് അറിയില്ല, പണ്ട് അടുപ്പിൽ എന്ത് ചെയ്യും? ഒരു കുഴൽ വെച്ചിട്ട് ഇങ്ങനെ ഊതും. ഇവിടെ നിന്ന് ഇങ്ങനെ ബ്ലോ ചെയ്യും വിൻഡിനെ. ഇത് ആദ്യം ഊതണം. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ, നമ്മൾ ലോജിക്ക് നോക്കിയാൽ, ആദ്യത്തെ പവർ കുറെ കഴിഞ്ഞാൽ കിട്ടില്ല. ഫസ്റ്റ് കൊടുക്കണ ഒരു ബ്ലോ ഉണ്ടല്ലോ, അത് കുറെ കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പൊ അതൊക്കെ പവർ കുറയും. പക്ഷെ നമ്മളിത് ബ്ലോ ചെയ്ത് ഇടപെടാതെ ചെയ്യുമ്പോഴേ ഏതോ ഒരു കാറ്റ് ചെന്ന് അതിൽ പതിക്കുമ്പോൾ അഗ്നി വരണം, അല്ലേ? അപ്പോൾ ആദ്യത്തെ കാറ്റിന് അതിനുള്ള ശക്തി ഇല്ല എന്നല്ല അർത്ഥം. ആദ്യത്തെ കാറ്റ് തൊട്ട് അവസാനം ജ്വലിപ്പിച്ച കാറ്റ് വരയ്ക്കും ഒരേ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ആവർത്തി രസകൃതരുപദേശ. ഈ ഉപദേശം ആവർത്തിച്ച് കേട്ട് പഴകിയാൽ നമ്മുടെ ഉള്ളില് നമ്മൾ അറിയാതെ തന്നെ ഒരു ബ്ലോസം, ഉള്ളില് ഒരു ഫ്ലവറിങ് സംഭവിക്കും. ആ ഫ്ലവറിങ് ആണ്, അല്ലേ? ഒരു പൂ വിടർന്നു വന്ന ബോർഡൊന്നും വെക്കണ്ട വണ്ടിന് വരാൻ, വണ്ടിന് വഴി ചോദിക്കൊന്നും വേണ്ട. ദാറ്റ് ഫ്രാഗ്രൻസ്, ആ മണം, ഒരു ഭൂമണം, ഭൂമായുടെ മണം, ഒരു പൂർണ്ണത്വത്തിൻ്റെ മണം വരും. ആ മണത്തിന് പേറി പലരും വരും. ഇവിടെ ശങ്കരാചാര്യർ പോലും അങ്ങനെയാണ്. അനാത്മമായതിനെ മുഴുവൻ കളഞ്ഞു. എനിക്ക് പാരമാർത്ഥികമായിട്ട് ഒന്നിന് വേണം. അതിന് ഗുരുനാഥന്റെ ഫ്രാഗ്രൻസ് തേടിപ്പോയി, ആ ഗുരുനാഥന്റെ ആ വിഭൂതി തേടിപ്പോയി, മണം പേറിപ്പോയി. അത്ര
പോയി കഴിഞ്ഞപ്പോൾ ഗുരുനാഥൻ എന്താക്കി? തന്നെയും മണമാക്കി വെച്ചു. കുറച്ചു നേരം നമ്മൾ ഏതെങ്കിലും ഒരു മണം, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം. മുല്ലപ്പൂമ്പൊടി ഏറ്റ കല്ലിന് കൂടെ ആ മണം വരണത് പോലെ നമ്മൾ അധികം ഒരു മാഗ്നറ്റിൻ്റെ അടുത്ത് കൂടുതൽ നേരം ഒരു പിന്നൊക്കെ നമ്മൾ കൊണ്ട് വച്ചിരുന്ന കുറച്ച് കഴിഞ്ഞാൽ ഈ പിൻ വിൽ ആക്ട് ആസ് മാഗ്നറ്റ്. ദാറ്റ് സന്നിധി പവറാണ്. അതുപോലെ സന്നിധി പവർ കൂടി 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 ഗുരു നമ്മളെ ഗുരുവാക്കി മാറ്റുന്നു. ഗുരുവാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണമാക്കി മാറ്റുന്നു, വെളിച്ചവത്തായിട്ട് മാറ്റുന്നു. അതുകൊണ്ട് ഈ ശരീരം ഉണ്മയല്ല, സത്യമല്ല, മാറണത് സത്യമല്ല. എങ്ങനെ മാറണത് സത്യമാവും? ഈ പ്രകൃതി സത്യമാണെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ഈ പ്രകൃതി മാറിക്കൊണ്ടേയിരിക്കുകയാണ്, മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. 10 വർഷമായി കഴിഞ്ഞിട്ട് ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരണ ആൾക്ക് വീടിൻ്റെ വഴി മറന്നു പോകണം. കാരണം കംപ്ലീറ്റ്ലി ചേഞ്ച് അല്ലേ? കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. ഈ പ്രകൃതി മാറിക്കൊണ്ടിരിക്കണു, ശരീരം മാറിക്കൊണ്ടിരിക്കണു. 10 വർഷത്തിന് മുമ്പായിരുന്ന ഞാനല്ല, എൻ്റെ ശരീരമല്ല ഇപ്പോൾ ഉള്ളത്. എവ്രി സെൽസ് മാറിക്കൊണ്ടിരിക്കണു, മനസ്സ് മാറിക്കൊണ്ടിരിക്കണു. പക്ഷെ ഞാനെന്നുള്ള അനുഭവത്തിന് മാറ്റമേ ഇല്ല. ഒരു കാരണവശാലും അതിനെ മാറ്റമേ ഇല്ല, അതിന് മാറാനും പറ്റില്ല അല്ലേ? ശരീരത്തിന് വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ മേക്കപ്പ് ഇട്ട് ആരെങ്കിലുമൊക്കെ പോയി ഇരിക്കാം അല്ലേ? ഇപ്പോൾ ഏതെങ്കിലും സിനിമയിലൊക്കെ അഭിനയിക്കണ ആൾക്കാരൊക്കെ കണ്ടു നോക്കും. സിനിമയിൽ അവർക്കൊരു ക്യാരക്ടർ ഉണ്ട്, ആ ക്യാരക്ടറിൻ്റെ പേര് വിളിച്ചിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിനയിക്കും. അതേ ടൈമിൽ ഒരാൾ വെളിയിൽ നിന്നിട്ട് അയാളുടെ പേര്, ആ നടൻ്റെ ആക്ടറിൻ്റെ പേര് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തിരിഞ്ഞു നോക്കുന്നത് പോലെ അല്ലേ? അവൻ കോൺഷ്യസ്ലി അവൻ അഭിനയിക്കുകയാണ്, പക്ഷേ അൺകോൺഷ്യസ്ലി അവൻ്റെ ഉള്ളിൽ ഒരെണ്ണം കിടക്കണോ, ഞാൻ ഇതാണ് എന്നറിയണത് പോലെ. ശരീരമൊന്നും ഞാനല്ല, ശരീരത്തും എനിക്കും ഒരു സംബന്ധവുമില്ല. ഈ ശരീരത്തിനെ നമ്മൾ ആശ്രയിച്ചിരിക്കണു. എങ്ങനെ? ഈ ഭയഭക്തായിട്ടുള്ള ശരീരം, ഭയം ജനിപ്പിക്കുന്നതായിട്ടുള്ള ശരീരം, അതിനെ ആശ്രയിക്കണു. അഭയേ ഭയദർശന, അത് ഉള്ളിൽ അഭയം വച്ചിട്ട് ഈ ശരീരത്തിനെ ആശ്രയിക്കണു. ഇതിനെ നേരെയാക്കണം, ഇതിനെ നല്ലതാക്കണം വിചാരിക്കണം. എന്നിട്ട് ഈ ശരീരത്തിന് ഒരു സൂപ്പർ ഇമ്പോസിഷൻ, ഒരു അധ്യാസം, അതിൻ്റെ മേലേക്ക് ഒരു ഇമ്പോസിഷൻ, അതിൻ്റെ മേലേക്ക് ഒരു ആരോപണം കൂടെ കൊടുക്കണം. എന്താ ആരോപണം എന്ന് പറഞ്ഞാൽ, ഞാൻ ബ്രാഹ്മണൻ, ഞാൻ ക്ഷത്രിയൻ, ഞാൻ ശൂദ്രൻ, ഞാൻ വൈശ്യൻ, ഇങ്ങനെ വർണ്ണങ്ങളെ ആരോപിക്കണം. എന്താ ബ്രാഹ്മണൻ എന്ന വാക്കിനർത്ഥം? ആര് ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി, ആര് ബ്രഹ്മത്തെ അറിയണോ അവൻ ബ്രാഹ്മണൻ. വ്യാസൻ കൂടെ മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് സർവം ബ്രാഹ്മമിതം ജഗത്ത്, ഈ ജഗത്ത് മുഴുവൻ ബ്രാഹ്മണരാണ് എന്ന് വെച്ചാൽ സത്വഗുണസമ്പന്നൻ എന്നർത്ഥം. ഇത് ഗുണസമ്പത്താണ്. ഉപനിഷത്തെ പറയണുണ്ട്, ആര് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ സത്യത്തിനെ മുറുകെ പിടിക്കുന്നത് ആരോ അവൻ ബ്രാഹ്മണൻ. ഇതാണ് സിമ്പിൾ ഡെഫിനിഷൻ. ഉപനിഷത്ത് ഈസ് റിവീലിംഗ് ദി ട്രൂത്ത് ദാറ്റ് ഹൂ ഈസ് ഹോൾഡിംഗ് ദാറ്റ് പാരമാർത്ഥികമായ സത്യം, ഹൂ ഈസ് ഹോൾഡിംഗ് ദി ട്രൂത്ത്, ഹീ ഈസ് ബ്രാഹ്മണൻ ഓർ ബ്രഹ്മവിത്ത് എന്ന് പറയും. ആരാണോ സത്യത്തിനെ മുറുകെ പിടിക്കുന്നത് അവൻ ബ്രാഹ്മണൻ. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണന് വേറൊന്നുമില്ല, അവന് അനുഷ്ഠാനമാണ്. അനുഷ്ഠാനം പറയും. അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ നിത്യനിരന്തരം നമ്മുടെ സ്വസ്ഥാനത്തിലേക്കുള്ള ഒരു പോക്കാണ്, ഒരു യാത്രയാണ്, ഒരു പ്രയാണമാണ്. സ്വസ്ഥാനം, സ്വസ്ഥത. രമണ ഭഗവാൻ പറഞ്ഞിരിക്കണു, ഹൃസ്ഥലേ മനസ്വസ്ഥത. സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയ ചെയ്യണത്, ഭക്തി ചെയ്യണത്. ബുദ്ധിയോഗങ്ങളൊക്കെ ഈ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഹൃസ്ഥലേ മനസ്വസ്ഥത, ക്രിയാ ഭക്തി യോഗബോധാശ്ച നിശ്ചിതം.
ഹൃസ്ഥലത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വസ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം എന്ന് ഭഗവത്ഗീതയിൽ പറയണത് പോലെ നമ്മൾ സ്വസ്ഥാനത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ള അനുഷ്ഠാനം ചെയ്യാൻ മാത്രമാണ് ബ്രാഹ്മണന് അധികാരം. അതിൽ നിന്നും ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യണോ, ഇവിടെ ജോലി ചെയ്യണോ, വേറെ കമ്പനിയിൽ ജോലി ചെയ്യണോ, ഏതോ ഒരു പ്രോഫിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ജോലി ചെയ്യണോ, ഇതൊക്കെ ബ്രാഹ്മണ ലക്ഷണമല്ല. ബ്രാഹ്മണ ലക്ഷണം എന്താന്ന് വെച്ചാൽ സത്യത്തിനെ മുറുകെ പിടിക്കൽ മാത്രമാണ്. പാരമാർത്ഥികമായിട്ടുള്ള ലക്ഷ്യത്തെ മുന്നിൽ വെച്ച് പ്രവർത്തിക്കുന്നത് ആരോ അവൻ ബ്രാഹ്മണൻ. യഥാർത്ഥത്തിൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ നിവൃത്തി മാർഗമാണ്. എന്ന് വെച്ചാൽ പ്രവൃത്തി വിടണമെന്നല്ല, പ്രവർത്തിച്ചോളൂ, പാരമാർത്ഥികമായ സത്യത്തെ മുൻനിർത്തി പ്രവർത്തിച്ചോളൂ. വൈശ്യൻ, ശൂദ്രൻ എല്ലാം അവനവൻ്റെ ഗുണസമ്പത്തുക്കളെ ബേസ് ചെയ്തിട്ടാണ്. അതെല്ലാം ശരീരത്തിൽ ആരോപിതമാണ്. ആ ശരീരം ഞാനല്ല, പിന്നെ എങ്ങനെ ഞാൻ ബ്രാഹ്മണനാവും, ക്ഷത്രിയനാവും, വൈശ്യനാവും, ശൂദ്രനാവും? അല്ലെ, ഗംഗാകരയിലേക്ക് ഗംഗയിൽ സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് ആചാര്യസ്വാമികൾ നടന്നു പോകുമ്പോൾ ഫ്രണ്ടിൽ ചണ്ടാളൻ വന്ന് നിൽക്കണം നായ്ക്കളുമായിട്ട്. ആചാര്യസ്വാമികൾ പറയണു വഴി മാറൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ആര് മാറണം? ഈ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരമാണെങ്കിൽ അത് എന്നിലും നിന്നിലും ഒക്കെ ഒന്നാണ്. ഇനി ചൈതന്യം ആണ് മാറേണ്ടതെങ്കിൽ അത് എല്ലാവരിലും ഒരേ ഒരു പൊരുളായിട്ടിരിക്കണം. ഒരു ക്ഷണനേരത്തേക്ക് ചലിച്ച ചിത്തം വീണ്ടും സ്വസ്ഥാനത്തിലേക്ക് വന്നിട്ട് ഉറപ്പ്, കൺവിക്ഷനാണ് പറയാണ്. എന്താ കൺവിക്ഷൻ? മനീഷ എന്ന് പറഞ്ഞാൽ കൺവിക്ഷൻ എന്നർത്ഥം. മനീഷ പഞ്ചകം 5 ശ്ലോകത്തിൽ എൻ്റെ ഉറപ്പ് പറയാണ്. എന്താ ഉറപ്പെന്ന് പറഞ്ഞാൽ, ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരാ യാ സംവിത് ഉജ്രംബദേ യാ ബ്രഹ്മാതി പിപീലികാന്തതനുഷു പ്രോദാ ജഗത് സാക്ഷിണി സൈവാഹം ന ച ദൃശ്യവസ്തുഃ ഇതി ദൃഢപ്രജ്ഞാഭിയസ്യാസി ചേത് ചാണ്ഡാളോസ്തു സദുദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരാ യാ സംവിത് ഉജ്രംബദേ. ജാഗ്രത് സ്വപ്ന സുഷുപ്തിയിലെല്ലാം ഏതൊരു സത്യമാണോ, ഏതൊരു സംവിത്താണോ, ഏതൊരു ബോധമാണോ മാറ്റമില്ലാത്തതായിട്ട് നിൽക്കുന്നത്, യാ ബ്രഹ്മാതി പിപീലികാന്തതനുഷു, ഒരു ബ്രഹ്മാവ് തൊട്ട് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു ജീവൻ തൊട്ട് ഒരു ചെറിയ ഒരു കീടം, പിപീലികം എന്ന് വെച്ചാൽ എറുമ്പെന്നർത്ഥം, അതിനേക്കാളും കീടമായിട്ടുള്ള എന്തുണ്ടോ അതിൻ്റെ ഉള്ളിൽ പ്രോദാ ജഗത് സാക്ഷിണി, ജഗത്തിന് മുഴുവൻ സാക്ഷിയായിരിക്കുന്ന ഒരു പൊരുളുണ്ട്. ആ പൊരുളിനെ ആര് അറിഞ്ഞോ, ആര് ആ പൊരുളാണെന്ന് ഉറച്ച് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് മഹാവാക്യമാണ്. ദൃഢപ്രജ്ഞ. ആ ദൃഢപ്രജ്ഞ ആർക്ക് വരണോ അവൻ ചാണ്ടാളോസ്തു സദുദ്വിജോസ്തു, പുറമേ എക്സ്റ്റേണലി അവൻ നായ്മാംസം കഴിക്കണവനായിക്കോട്ടെ, ചണ്ടാളനായിക്കോട്ടെ, ബ്രാഹ്മണനായിക്കോട്ടെ, ഗുരുരിത്യേഷാ മനീഷാ മമ, അവൻ എനിക്ക് ഗുരു എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ആ ചിന്ത ആർക്കുണ്ടോ അവൻ സാത്വികനായി, ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി. അതുകൊണ്ട് ഈ ഗുണസമ്പത്തായിട്ടുള്ള ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ കീഴ്ജാതികളോ മേൽജാതികളോ ഒന്നും ഞാനല്ല. ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും ഞാനല്ല. എന്തിനാണ് ഈ ആചാരമൊക്കെ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ആചാരം? തന്നെ അറിയാൻ. തന്നെ അറിതൽ ഇன்றி പിന്നെ ഏതറിയിലൻ തന്നെ അറിന്തിടിർപ്പിൻ എന്നെ ഉള്ളത് അറിയ. ഭഗവാൻ രമണ മഹർഷിയുടെ അത്ഭുതമായ ഒരു കൃതി. തന്നെ അറിതൽ ഇன்றி, തന്നെ അറിയാതെ പിന്നെ ഏതറിയിലൻ, പിന്നെ ഏതാ അറിയാൻ പോണത്? അൾട്ടിമേറ്റ്ലി ഈ ലോകത്തെ മുഴുവൻ അറിയണം വിചാരിക്കണു. ലോകത്തിനെ മുഴുവൻ അറിഞ്ഞാലും തന്നെ അറിഞ്ഞില്ലെങ്കിൽ എന്താ പ്രയോജനം? അറിയണവൻ ആരും അറിഞ്ഞില്ലെങ്കിൽ എന്താ പ്രയോജനം? ഇനി
തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ, ആ ഭൂമിയെ തൊട്ട് കഴിഞ്ഞാൽ, ആ പാരമാർത്ഥികമായ തത്വത്തെയോ ആ സുഖത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ എന്നെ ഉള്ളത് അറിയാൻ, പിന്നെ എന്താ ഉള്ളത് അറിയാൻ? ഒന്നുമില്ല. അപ്പോൾ തന്നെ അറിയലില് കംപ്ലീറ്റ് ആയി, ആത്മാശ്രയത്തിൽ നമ്മൾ കംപ്ലീറ്റ് ആയി. ആത്മാവോ ആരെയും ആശ്രയിച്ചിട്ടില്ല. നോക്കൂ, ആത്മാവിനെ നമ്മൾ പോയി ആശ്രയിക്കുകയൊന്നും വേണ്ട. തത്കാലത്തേക്ക് ഒരു ആലംബമായിട്ട് നമ്മൾ ആത്മാവിനെ പിടിച്ചുകൊള്ളുക. ആത്മാവ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആത്മാവിന്റെ സ്വരൂപം അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. നീ പിടിക്കുന്നത് നിന്നെ തന്നെയാണ്. നീ പിടിച്ചിരുന്നത് നിന്നെ തന്നെയാണ്. നീ ഉറപ്പായിട്ട് പിടിച്ചിരുന്നത് നിന്നെ തന്നെയാണ്. നീ അനാത്മാശ്രയമാണ്. ഒരു അനാത്മാവിനെയും ആശ്രയിക്കാതെ ഞാൻ സിദ്ധമായിട്ട് ആത്മസ്വരൂപമായിട്ടിരിക്കണം. ദ്വൈതം പശ്യാമി. നോക്കൂ, ദ്വൈതമേ ഇല്ല അവിടെ. അനാത്മാശ്രയത്തിലാണ് there is a need of ദ്വൈതം. ഇവിടെ ഞാൻ ഒന്നിനെ ആശ്രയിക്കുന്നില്ല, എക്സ്റ്റേണലി ഒന്നിനെ ആശ്രയിക്കുന്നില്ല. I only holding the truth completely, and the truth will relieve that താനേ താനേ തത്വം. ഇതനെ താനേ കാട്ടുവായി അരുണാചല. വാട്ട് എ ബ്രില്യന്റ് സോങ്. അക്ഷരമണമാല എന്നുള്ളൊരു അത്ഭുതമായ ഒരു സ്തോത്രം, ഒരു കൃതി. താനേ താനേ തത്വം, തത്വമസി, താൻ തന്നെയാണ്. ആ ഉറപ്പ്, അനാത്മാശ്രയാഹം മമാദ്യാസഹാനാത്. അനാത്മാവിനെ അങ്ങോട്ട് വിടലാണ് എൻ്റെ അധ്യാസത്തെ വിടല്, അജ്ഞാനത്തെ വിടല്. അതിനെ ഇല്ലാതാക്കുക. എങ്ങനെ ഇല്ലാതാക്കും? ആത്മാവിൽ പോയി പിടിക്കാം. അസത്യത്തെ വിട്ടിട്ട് സത്യത്തെ പിടിക്കുക. ആദ്യം വിലയിരുത്തി അറിയുക, നിത്യ അനിത്യ ബോധം വരുത്തുക. ഏത് നിത്യം, ഏത് അനിത്യം. ഇപ്പൊ ഞാൻ ഹോൾഡ് ചെയ്യുന്ന വസ്തു ഒരു കാലത്ത് ഇല്ലാതാവാൻ പോണതാണ്. എല്ലാവർക്കും, എല്ലാ മഹാത്മാക്കൾക്കും ഈ ചിന്ത വരാതെ വഴിയില്ല. രമണ ഭഗവാൻ പറയണത് ചുങ്കച്ചാവടി തപ്പാത്. ചുങ്കച്ചാവടി എന്ന് പറഞ്ഞാൽ ചെക്ക് പോസ്റ്റ്. എങ്ങനെയൊക്കെ കറങ്ങിയാലും ചെക്ക് പോസ്റ്റ് എവിടെയെങ്കിലൊക്കെ കാണും. ചെക്ക് പോസ്റ്റിൽ വരണം ഞാൻ ആര് എന്നൊരു ചെക്ക് പോസ്റ്റ്. വരാതെ വേറെ വഴിയില്ല. അപ്പോ താൻ ആര്, തൻ്റെ സ്വരൂപം എന്തെന്ന് അറിയലാണ് അനാത്മക്കളെ വിടണത്, അധ്യാസത്തെ വിടണത്, അജ്ഞാനത്തെ വിടണത്. അല്ലാതെ ഫൈറ്റ് ചെയ്യൊന്നും വേണ്ട, നമ്മൾ പ്രയത്നിക്കൊന്നും വേണ്ട. ഇതിനെങ്ങനെങ്കിലും വിടണം 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 എന്ന് പറയണതേ ഒരു ജപമായിട്ട് അതിന് ശക്തി കയറും. ഏതെങ്കിലുമൊക്കെ കുഴപ്പങ്ങളില്ലേ, ശരീരത്തിന് അസുഖമുണ്ട്, ഈ ജപം നടന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ അസുഖം വിൽ ഇൻക്രീസ്. അതേ ടൈമിൽ ഞാൻ ശുദ്ധ ചൈതന്യമാണ്. സ്വാമി വിവേകാനന്ദനൊക്കെ അങ്ങനെ തന്നെ കാണിച്ചു തന്നു. ശിഷ്യരൊക്കെ പറയാണ്, സ്വാമിജി യു ആർ വെരി ടയേർഡ്, ഷാൽ വി കോൾ ആൻ ആംബുലൻസ്, വി ക്യാൻ ഗോ ടു ഹോസ്പിറ്റൽ. സ്വാമിജി പറഞ്ഞു, പ്ലീസ് ലീവ് മീ അലോൺ. എന്നെ വെറുതെ വിടും. ഒരു മണിക്കൂർ നേരം സ്വാമിജി റൂമിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് വെരി നല്ല ഫ്രഷ് ആയിട്ട് വന്നു. അപ്പോൾ ചോദിച്ചു, ഇതെന്തൊരു അത്ഭുതം സ്വാമിജി, ഇപ്പം എങ്ങനെ ഈ സ്ട്രെങ്ത് കിട്ടി? അപ്പോൾ സ്വാമിജി പറഞ്ഞു, ഞാൻ ആത്മാ എന്ന് ധ്യാനം ചെയ്തു അത്രേ. അഹം ആത്മാ, ഇതൊരു മന്ത്രമാണ്. ഞാൻ ആത്മാ. ഈ മന്ത്രം ജപിച്ചത് കൊണ്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ തിരുവനന്തപുരത്ത് പോകണം, തിരുവനന്തപുരം ഇങ്ങനെ ജപിച്ചുകൊണ്ട് പോയാൽ അറിയാവുന്നുള്ള ആരെങ്കിലും വന്നിട്ട് തിരുവനന്തപുരം ഇങ്ങനെ പോകണം എന്ന് കാണിച്ചു തരും അല്ലേ? അപ്പോൾ അതൊരു ജപം തന്നെ ചിലപ്പോൾ നല്ലൊരു ഇതാണ്. അതും ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഹു ആമൈ ജപിച്ചുകൊണ്ടിരുന്നാലും ചിലപ്പം കിട്ടും, പറയാൻ പറ്റില്ല. എപ്പം നമ്മളെ ടൈം വരണോ ആത്മാ വിൽ റിവീൽ ഇറ്റ്സ് റിയൽ നേച്ചർ. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു വിഡ്രോ എവറിത്തിങ് ഇൻ ദ വേൾഡ്ലി ലൈഫ്. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ വി ഹാവ് ടു വിഡ്രോ. നമ്മൾ അതിനെ വിടുക, ഇല്ലെങ്കിൽ അതിൻ്റെ ഫലത്തിനോടുള്ള പറ്റുവിടുക. ഈ പറ്റുവിടലാണ് അധ്യാത്മം. മമാദ്യാസഹാനാത് തദേകോ വശിഷ്ട. അങ്ങനെ തള്ളിക്കളയുമ്പോൾ അജ്ഞാനം മുഴുവൻ അങ്ങോട്ട് മാറിയാൽ, ആത്മാവിനെ അങ്ങോട്ട് മുറുകെ പിടിച്ചാൽ
അവിടെ ഏതൊന്നാണോ അവശേഷിക്കണത് അല്ലേ? യഥാ നദ്യാം സ്യന്ദമാനാഃ സമുദ്രം അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ. നദികളെല്ലാം ഒഴുകി വന്ന് കടലിനെ എപ്പോൾ കണ്ടോ, എപ്പോൾ കടലിൽ വന്ന് ചേർന്നോ, പിന്നെ നദിക്ക് നദിയുടെ ഐഡന്റിറ്റി ഉണ്ടോ? ഇല്ല. അത് കടലായി മാറുന്നത് പോലെ we have to keep hold with the truth and go towards the truth. We will become truth. അനാത്മ എല്ലാം അവിടെ ഇല്ല. പിന്നെ രൂപം പോയി, നാമം പോയി. അങ്ങനെയാണ് ഒരു വിദ്വാൻ നാമരൂപത്തെ എല്ലാം കളഞ്ഞിട്ട് ശാന്തചിത്തനായിട്ട് ആത്മാവായിട്ട് സ്വരൂപമായിട്ട് സത്യമായിട്ടിരിക്കുന്നത്. തദേകോവശിഷ്ട ശിവ കേവലോഹം. അതുകൊണ്ട് ശിവന് ഒരു നാമം സത്യം എന്നാണ്. സുന്ദരമൂർത്തി നയനാർ പറഞ്ഞിരിക്കണു, അങ്ങ് സത്യമാണ്. ഭഗവാൻ ഒരു നാമമാണ് സത്യം. ഹൃദഗും സത്യം പരം ബ്രഹ്മം പുരുഷം കൃഷ്ണ പിംഗലം ഊർധ്വരേദം വിരൂപാക്ഷം വിശ്വരൂപായ വൈ നമഃ. ആ സത്യവത്തായിട്ടുള്ള ഭഗവാൻ ഉള്ളിൽ തെളിഞ്ഞു വരും. ആ ഭഗവാൻ ആരാണെന്ന് വെച്ചാൽ ആത്മാ. അതിനെ നമ്മൾ ആത്മാന്ന് വിളിച്ചോ ഭഗവാൻ എന്ന് വിളിച്ചോ, വാട്ട് ഓൾ നെയിം യു നീഡ്, യു ക്യാൻ കോൾ ഇറ്റ് ദാറ്റ്, ബട്ട് ദാറ്റ് എക്സ്പീരിയൻസ് ഈസ് വൺനെസ്. That experience is pure bliss. That experience is peace, shanti. ശാന്തി, സമൃദ്ധം, അമൃതം. തുടർന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല.